ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ കുറച്ച് ദിവസമായിട്ട് പറയണു നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം, അവന് ഭയങ്കര ഇഷ്ടം നെയ്ച്ചോറ്. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, സൺഡേ ഒന്നും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല കാരണം ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇന്ന് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ, അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് അരി, 2 ഗ്ലാസ് അരി എടുത്ത്, ജീരകശാല റൈസ്, കൈമ റൈസ് എന്ന് പറയും, ആ റൈസാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ കഴുകി നന്നായിട്ട് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം പോകാനായിട്ട് വാലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രം, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് അടുപ്പിൽ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുത്തു. ആ നെയ്യിൽ നമ്മൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അരി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ ഒന്ന് വറുത്തു, ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ നെയ്യിലിട്ടൊന്ന് വറുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. തിളപ്പിച്ച വെള്ളമായിട്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുത്തത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മൂടി വെച്ച് തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് കേട്ടോ. ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയായിരുന്നു. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ ചോറൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു ചോറിനോട് ഒട്ടാത്ത രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി. ചോറിന് ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറ് ഇനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ നെയ്യ് ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കട്ട കുത്തിയിരുന്നത്. അങ്ങനെ നെയ്യ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഒക്കെ ഇട്ട് വറുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇനി നമുക്കത് ചോറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതേ നെയ്യിൽ തന്നെ ഞാനൊരു ഒരു മീഡിയം സൈസ് ഓനിയൻ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വളരെ കനം കുറച്ച്. അപ്പോൾ ആ ഓനിയൻ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്, ഒരു 15 മിനിറ്റ് മതി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വിരുന്നുകാർ വന്നാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്നൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ നെയ്ച്ചോറ്. അങ്ങനെ നമ്മുടെ ഒനിയനൊക്കെ നന്നായിട്ട് വഴറ്റി നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ ഇട്ടാനാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഇനി മഞ്ഞ കളർ ഇഷ്ടമല്ല, വെളുത്ത നെയ്ച്ചോറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ സവോള വഴറ്റിയിട്ട് ആ നെയ്യോട് കൂടി ആ ചോറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി മഞ്ഞ കളർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറും കിട്ടും, ഒരു ടേസ്റ്റുമാണ്. മഞ്ഞൾപ്പൊടിയുടെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റും വരും, നല്ല രസമാണ്. ഞങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒനിയൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒനിയൻ നമുക്ക് നെയ്യോടുകൂടി നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പരിപാടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒനിയനും കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ മിക്സിങ്ങിലാണ് അടുത്ത കാര്യം ഇരിക്കുന്നത്. കാരണം ആ നെയ്യൊക്കെ എല്ലായിടത്തും എത്താനും അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ നെയ്യിലായിട്ട് ചോറ് വേവിച്ചത് നമ്മൾ കണ്ടില്ലായിരുന്നു, വറുത്തെടുത്തത് നെയ്യിലാണ്. നെയ്യിൽ തന്നെ കിടന്നാണ് ചോറ് വെന്തത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നെയ്യ് മൂപ്പിച്ചാണ് ഈ ഒനിയനും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് മൂപ്പിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പം നന്നായിട്ട് ഇനി ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറ് ഒരു ചെറിയ ലൈറ്റ് മഞ്ഞ കളറിൽ വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഇനിയിപ്പോൾ മഞ്ഞ കളർ ഇഷ്ടമില്ലെങ്കിൽ വെളുത്ത ചോറ് കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് റെഡിയാക്കാം, ഒട്ടും സമയം വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതിന് മാത്രം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ രുചികരമായിട്ടുള്ള ഒരു നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ടേസ്റ്റിലുള്ള നെയ്ച്ചോറാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് ഇന്നുള്ള കോംബോ എന്ന് പറയുന്നത് ലേശം മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറും
മട്ടൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യലായിരുന്നത്. അപ്പോൾ ഇന്നലെ സൺഡേ പ്രമാണിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്.